ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 4 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ നല്ലപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒറഗാനോ, ചാട്ട് മസാല, മുളക് പൊടി, അതുപോലെ മൈദ, പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോ നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം, ഉടച്ചെടുക്കണം. ഞാൻ ഫോർക്ക് കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ പൊട്ടാറ്റോ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചാട്ട് മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ആണ്. പിന്നീട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒറഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് മല്ലിയിലയും മേത്തി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൈകൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചുകൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഈസി ആവുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി പിന്നീടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നത്. പൊട്ടാറ്റോ ബോയിൽ ചെയ്യേണ്ട ഒരു സമയം നമുക്ക് വേണ്ടു. ബാക്കിയെല്ലാം പെട്ടെന്നാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടാകും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുക്കേണ്ട ഒരു സമയം നമുക്ക് വേണ്ടു. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പൊട്ടാറ്റോ സ്റ്റിക്ക് എന്നും കൂടി പറയാം. ഇനി നമുക്കിത് ചൂടോടെ നല്ല ടൊമാറ്റോ സോസിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ഒപ്പം നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതുവരെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.